അച്ചുതട്ടാര് പണം പലിശക്ക് കൊടുത്താ തിരിച്ചു വാങ്ങാനും അറിയാം. പണം കിട്ടിയില്ലേ മോലാക്കിയിരിക്കും. എന്നിട്ട് പത്രോസ് പണം തന്ന 3000 ഒളിവായിക്ക് അവൻ എന്നെ 30,000 തവണ നടത്തി. അപ്പോ പത്രോസിന് കൊടുത്ത പണം ഗോപി അല്ലേ? രൂപ കിട്ടിയില്ലെങ്കിൽ എന്താ, അതിനുള്ള ഉരുപ്പടി മോലാക്കി. പത്രോസ് പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൊന്നെടുത്തോണ്ട് പോന്നായിരിക്കും അല്ലേ? പിന്നെ എങ്ങനെ മുതലാക്കി? എടാ, ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ 2 സാധനങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാന്നറിയാവോ? എന്താ? പൊന്നും പെണ്ണും. പൊന്നെന്ന് പറഞ്ഞാ പണം, പണം എന്നെ പോയി. പിന്നെ പെണ്ണ്, അത് ഞാൻ മുതലാക്കി. എങ്ങനെ? ലോകത്തൊരു കുഞ്ഞു പോലും അറിയാതെ പത്രോസിന്റെ ഭാര്യ റോസക്കുട്ടിയെ ഞാൻ. അയ്യോ, അതാടാ അച്ചുതട്ടാര്. മനസ്സിലായോ? ഭഗവതി, അച്ചുതട്ടാറ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോഴേ ഭാർഗവ, തയ്യക്കട തുടങ്ങാൻ ജാമ്യമില്ലാതെയാ ഞാൻ നിനക്ക് 5000 രൂപ തന്നിട്ടുള്ളത്. പലിശ തന്നെ ഇത് 3ാമത്തെ മുടക്കമാ. ഇത് ഇങ്ങനെ പോയാൽ. അയ്യോ, ഞാൻ ആവുന്നത് വേഗം തിരിച്ചു തരാം അച്ചുതട്ടാരെ. ആ ഓർമ്മ വേണം. ഞാൻ വരട്ടെ. അങ്ങോട്ട് കണ്ടിടത്തൊക്കെ തെണ്ടി കിടന്നിട്ട് പണിയെടുക്കുന്ന സമയത്ത് ഉറങ്ങുന്നോ? എഴുന്നേറ്റിരുന്ന് പണിയടാ. എന്താ നോക്കി നിൽക്കുന്നേ? ചോറണം വേഗടി. അവിടെ നോക്കാൻ വന്നിരിക്കുന്നു. ഉറങ്ങാൻ കണ്ട് സമയേ. ഇവിടെ വച്ചേക്ക്. ശാന്തമ്മേ, നീ ഇങ്ങനെ കുനിഞ്ഞിന്ന് പണിയെടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? യൂട്രസ് മാറ്റിയതാ, നടുവിളക്കരുത്. അതൊക്കെ നോക്കിയാ ചേട്ടന്റെയും മോളുടെയും കാര്യം ആരാ നോക്കുക? എന്തെങ്കിലുമൊക്കെ ഇവളും ചെയ്യില്ലേ? കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, 10-17 വയസ്സായില്ലേ? അമ്മു, നീ ഇതൊന്ന് വിളമ്പേ. അമ്മു, നീ ഇങ്ങട് വാ. ഇതൊക്കെ ഒന്ന് വിളമ്പേ. അമ്മു, നീ ഇങ്ങോട്ട് വാ. ഇത് ഇത്തിരി കൂടി ഒഴിച്ചേ. വാ. നിന്നോടല്ലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്? എനിക്കിപ്പോ ഒരു അസുഖം ഇല്ല ഏട്ടാ. എന്നൊക്കെ ഇപ്പൊ പറയും. നടു അനങ്ങിയാലുണ്ടല്ലോ വേദന കൂടും. പറഞ്ഞില്ലാന്ന് വേണ്ട, ഒന്ന് പറഞ്ഞു കൊടുക്ക എന്റെ അമ്മൂട്ടിയെ. ഒന്നുമില്ല. എനിക്കറിയാം, ഇനി എനിക്ക് പ്രസവിക്കാനാവൂലല്ലോ എന്ന് ഓർത്തിട്ടല്ലേ. ഭാർഗവേട്ടന് ആൺകുട്ടിയോടാണ് ഇഷ്ടം. പക്ഷെ ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യൂട്രസ് എടുത്ത് പുല്ല് പോലെ കളഞ്ഞില്ലേ ഡോക്ടർ? അതിന്റെ വില എന്താന്ന് ഡോക്ടർക്ക് അറിയോ? അമ്മൂന് 1-2 ആലോചനയായിട്ട് ആ ബ്രോക്കർ നാരായണേട്ടൻ വന്നിരുന്നു. നാരായണ ചേട്ടനും നാരായണ ചേച്ചി വന്നിട്ട് എന്താ കാര്യം? കയ്യില് തുട്ടുണ്ടാ? കട തുടങ്ങാനേ 5000 രൂപയാ അച്ചുതട്ടാരോട് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ പലിശ പോലും 3 മുടക്കാ.
അയാള് പണം കിട്ടാത്തടന്ന് പണം മുതലാക്കണ കാര്യം കേട്ടിട്ടേ എനിക്ക് പേടിയാവണു ഈശ്വര. അവളുടെ കാര്യം നോക്കാൻ നമ്മളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? അവൾക്ക് ഞാനില്ലേ? അവളുടെ കാര്യം ഞാൻ ആലോചിക്കാകില്ല. വരട്ടെ. ഇങ്ങോട്ട് അച്ഛത്തൊട്ടാർ എവിടെ പോയി? അച്ഛൻ കുളിക്കുക. ഇത് ചെറുക്കൻ നല്ല സെറ്റപ്പാ. ഞാനിപ്പ ചേച്ചി അവര് വന്നിട്ടുണ്ട്. ചേച്ചി കുറച്ച് കാപ്പി ഇട്. പിന്നെ ചെറുക്കനെ കാണാൻ നല്ല ഭംഗിയാ. എന്റെ ഭഗവതി, ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പെണ്ണിന്റെ ഇളയതാ. എന്ത് ചെയ്യുന്നു? പിന്നെ ഞാനിവിടെ തട്ടാരുടെ കൂടെ ഇരുന്ന് പണിയാ. അതെ, പിന്നെ ഇവർക്ക് അടുത്ത വണ്ടിക്ക് ടൗണിലേക്ക് പോകാനുള്ള സെറ്റപ്പിലാ. കുറെ ദൂരം പോകാനുള്ളതല്ലേ. അച്ഛനെ വിളിക്ക്. അച്ഛൻ ഇപ്പൊ വരും. ആർക്കത്? അച്ഛാ, ചേച്ചിയെ കാണാൻ നാരായണൻ ചേട്ടനോട് രണ്ടുപേരും വന്നിരിക്കുന്നു. അതിനായിരിക്കും കാപ്പി ഉണ്ടാക്കിയത്. ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് മതി കാപ്പിയും ചായയൊക്കെ. ആ തട്ടാരെ, ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കൻ. ഇത് അമ്മാവൻ. ചെറുക്കൻ അണ്ടി കമ്പനിയിലാ ജോലി. 900 രൂപ ശമ്പളമുണ്ട്. 25,000 രൂപയും 10 പവന്റെ ആഭരണവും കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എഴുന്നേറ്റ് എഴുന്നേറ്റ്. ഇപ്പോഴാണോ തമാശ പറയുന്നത്? തട്ടാർക്ക് എപ്പോഴും ഒരു തമാശ. 25,000 ഉളുവായും 10 പവന്റെ പൊന്നും ഇവിടെ എടുത്ത് കെട്ടി വെച്ചിരിക്കല്ലേ. എന്റെ മോക്ക് എന്നാ ഒരു കുഴപ്പം? തട്ടാടെ ഈ സ്വഭാവം കൊണ്ടാ. മോൾക്ക് 18 വയസ്സായി. വെച്ചോണ്ടിരുന്നു. എന്നെ മോളെ കാശൊന്നും വാങ്ങാൻ കെട്ടാൻ പറ്റുന്ന കെട്ടിയാ മതി. ഇനിയിപ്പോ ഇയാള് പറയുവാണോ? വന്നാട്ടെ, നമുക്ക് വേറെ സെറ്റപ്പ് ചെയ്യാം. ഒരു തട്ടാര് വന്നേ നാട്ടിൽ വേറെ പെമ്പുള്ളാത്ത പോലെ. അയ്യോ, അവൾക്ക് ആശയല്ലോ. ആശ വരട്ടെ. നിന്റെ ആശാ മരുന്ന് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ വേറെ കടയിൽ കൊടുത്തോളാം. എന്റെ പൊന്നു ചേച്ചിയല്ലേ, പിണങ്ങി പോവല്ലേ. ചേച്ചി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ. നിനക്ക് അളവെടുക്കാൻ അറിയോ? അറിയാമോന്നോ? ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എടുക്കാം. ഈശ്വര, ഇവനും അളവെടുപ്പ് തുടങ്ങിയോ? ബ്ലൗസ് കഴിക്കുന്നുണ്ട് അരവണ്ണം എടുക്കുന്നത്. നിന്നെ ഞാൻ ഇന്ന് കൊല്ലുടാ. ഞാൻ വരുന്നത് വരെ ക്ഷമിക്കാൻ രുക്മിണിക്ക് ഇത്ര ക്ഷമയില്ലാതെ പോയല്ലോ. വരൂ, നമുക്ക് വിശദമായിട്ട് അളവെടുക്കാം. വരൂ. ஐயா கும்பிடுற சாமி. இது யாரு? கருப்பையாவா? என்னமா சௌக்கியம் தானா? ஆமா சாமி. இது யாரு? நம்ம இளைய பொண்ணு காமாட்சி. அப்படியா? உனக்கு ഇത്രയും വലിയൊരു മകളുണ്ട് അറിഞ്ഞില്ലല്ലോ കറിയാ. നീ വന്നില്ലല്ലോന്ന് ഞാൻ നിனைச்சிருக்காയിരുന്നു. വേറെ 3-4 പാർട്ടി ഇങ്ങ வந்து நான் யாருக்கும் கொடுத்தில்ல. ரொம்ப உபகாரம் சாமி. உனக்கு தெரியுமா, முட்டம் நிறைய பொண்ணு இருக்கு. 2 வருஷத்துக்கு முன்னால நீ மட்டும் இங்க வந்து பொண்ணு எடுத்தது. அதுக்கப்புறம் யாருக்கும் கொடுக்கலையா? பணம் எத்தனை சாமி? விலை என்னா? நீ ஒரு 1000 ரூபாய் போடும். 1000 ரூபாயா? என்ன சாமி இது? இந்த மண்ணை முழுசா அடிச்சா கூட 1/4 பவுனுக்கு மேல பொண்ணு கிடைக்காது. நான் ஒரு 250 ரூபாய் தர்றேன் சாமி. போயா, 250 ரூபாய். போய் வேலை பாரு. அப்படியெல்லாம் சொல்லாதீங்க சாமி. இந்த மாதிரி ஏதாவது கிடைச்சாதான் இந்த பொண்ணோட கல்யாணமே நடக்கும். கடைசியா ஒண்ணு சொல்றேன், 500 ரூபாய் விடு. அதை இவ்வளவு ஓர்த்துட்டா. இவ்வளவு கல்யாணம் பண்ணி ரட்சப்பட்டேன் சாமி. நான் ஒரு 400 ரூபாய் தர்றேன் சாமி. அவ்வளவுதான் எங்க கிட்ட இருக்கு. மேற்கொண்டு ஒரு தம்படி கூட கிடையாது சாமி. சரி சரி கொடு. இந்தாங்க சாமி. வேலை உடங்கிக்கோ. എന്തിനാ പാവങ്ങളെ പറ്റിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച ഇല്ല അച്ഛൻ മണ്ണിടിച്ച് പൊന്നെടുത്തത്. ഒരു വീക്കിയാൻ പറ്റുന്നുണ്ടല്ലോ.
கருப்பையா எப்படி இருக்க அவ்வளவுதானே? ஒண்ணும் கிடைக்கிற மாதிரி இல்லையே சாமி. கிடைக்கும் கிடைக்கும், நன்னாய் பாருங்க. ஐயோ அப்பா அம்மா அப்பா என்னமாச்சு? உன்னை காமாட்சி, ஏதாவது கவிதம் கண்டியா? என்னமாச்சு? காமாட்சி, ஏதாவது பாம்பா படுத்தாயா? உன்னை காமாட்சி. என்னம்மா பாம்பா? இங்க பாம்பு படுத்தாரொന്നും வராது. நீ கனவு கண்டதாയിരിക്കും. தூக்கத்தில் என்னவோ. படுத்துக்கோ. சாமி, ஒரு பொடி பொண்ணு கூட கிடைக்கல சாமி. கொடுத்த ரூபாய திரும்ப கொடுங்க சாமி. ഒന്നും കിടച്ചില്ലേ? ഏമാറ്റം വേണ്ട, എല്ലാം ഞാൻ കാണാതെ ഒതുക്കിയിട്ടുണ്ടാവും. இல்ல சாமி, நீங்க எங்க வேணாலும் பாத்துக்கங்க சாமி. വേണ്ട വേണ്ട, நீங்க പറഞ്ഞ படி எல்லாம் நான் செய்திருக்கேன். அப்படி எல்லாம் சொல்லாதீங்க சாமி. பாதி ரூபாயாவது திருப்பி கொடு சாமி. ஊருக்கு திரும்பி போறதுக்கு காசு கிடையாது சாமி. போ போ போ. என் பொண்டாட்டி கட்டுத்தாலிய அடமானம் வச்சு வாங்கிட்டு வந்த பணம் சாமி. தயவு செய்து கொடுங்க சாமி. ഇനി എന്റെ തനി സ്വഭാവം എടുക്കണേ. വാലാലുകള് വലിഞ്ഞു കയറി വരും, എന്നിട്ട് കിടന്ന് കരയും. പാവങ്ങള് അവരുടെ രൂപ കൊടുത്തേക്കച്ച, അവർക്ക് ഒരു പടി പൊന്നു പോലും കിട്ടിയില്ല. അവരെയൊക്കെ ചതിച്ച ഈശ്വരങ്ങളും ഉണ്ടാവും. നീ എന്നെ പഠിപ്പിക്കണ്ട. അവര് വന്നു കയറിയപ്പോ തുടങ്ങിയ എന്റെ ഒരു അനുകമ്പ. അച്ഛൻ ദുഷ്ടനാ, കള്ളനാ. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? കള്ളനല്ലടാ. നിന്റെ അച്ഛൻ കള്ളനാ.